ഞാൻ ആദ്യം സൂചിപ്പിച്ച അങ്കമാലിയിലെ വാർത്തയിലേക്ക് പോകാൻ തോന്നുന്നു. അങ്കമാലിയിൽ വീടിന് തീ പിടിച്ച് 4 പേർ വെന്ത് മരിച്ചു. അച്ഛനും അമ്മയും 2 മക്കളുമാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ അതിനുമപ്പുറം 4 പേർ അതിദാരുണമായി മരിക്കുന്ന സംഭവമാണ് രാവിലെ അങ്കമാലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. കുടുംബത്തിലെ അമ്മ, അച്ഛൻ, 2 മക്കൾ, 4 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെ അങ്ങനെ ഒരു അപകടമുണ്ടായതായി കൊച്ചിയിൽ നിന്നും വാർത്ത വരുന്നു. നവമി ദിനേശ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ബിനീഷ്, ഭാര്യ അനു എന്നിവരാണ് മരിച്ചത് എന്നാണ് നവമി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. അതൊരു അപകട മരണം ആണോ, എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത്, ഇതൊക്കെ വരും സമയങ്ങളിൽ മാത്രമേ അതിലൊരു വ്യക്തത കൈവരികയുള്ളൂ. എന്താണെങ്കിലും ദുരന്ത വാർത്തയാണ് രാവിലെ തന്നെ എത്തിയത് ഈ ശനിയാഴ്ച ദിവസത്തിൽ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അപകടം, ഒരു തീപിടുത്തത്തിലൂടെ 4 പേർക്ക് മരണം സംഭവിക്കേണ്ടി വന്നു. ഒരു കുടുംബത്തിലെ 4 പേർ വെന്ത് മരിക്കുന്ന അതിദാരുണമായിട്ടുള്ള സാഹചര്യമാണ് അങ്കമാലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള വാർത്ത ആദ്യം പുറത്തു വരുന്നത്. പിന്നാലെയാണ് മരിച്ചത്. ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായി എന്നുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമായത്. അമ്മ ബിനീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കുടുംബനാഥൻ്റെ ബിനീഷ്. ഒപ്പം തന്നെ ബിനീഷിൻ്റെ ഭാര്യ അനു, മക്കളുടെ പേര് വ്യക്തമല്ല എങ്കിൽ പോലും ബിനീഷ്, ഭാര്യ അനു എന്നിവരുടെ ആദ്യം വരുന്ന റിപ്പോർട്ടുകൾ അത്തരത്തിലാണ്. ആദ്യം നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അത്തരത്തിലാണ്. എന്താണെങ്കിലും എങ്ങനെയാണ് അപകടം എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരങ്ങൾ പോലീസും ഒക്കെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്കമാലിയിലാണ് ഇത്തരത്തിലൊരു സംഭവം. വീടിനുള്ളിൽ തീപിടുത്തമുണ്ടായി. അതിൽ 4 പേർ അതിദാരുണമായി മരിച്ചു. അച്ഛൻ, അമ്മ, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. എന്തായാലും വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നവമി ദിനേശ് നമ്മോടൊപ്പം പങ്കുവയ്ക്കും. നവമി ഉടൻ തന്നെ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും അങ്കമാലിയിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്ത. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് അല്പസമയത്തിനകം ചേരും. നവമി, ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതിദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് ഇത്. എന്താണ് സംഭവിച്ചത് എന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നവമി? എന്തോ അല്പസമയം മുമ്പാണ് നമുക്ക് ഈ വിവരം ലഭിച്ചത്. പുലർച്ചെയായിരുന്നു വീടിന് തീ പിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടിലൂടെയാണ് വീടിന് തീ പിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും പോലീസ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സും അവിടെ എത്തി തീ അണച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് അവിടെ എത്തി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഈ വീട്ടിൽ 4 പേരാണുള്ളത്. അങ്കമാലി പാറക്കുളത്തിന് സമീപമായിരുന്നു സംഭവം നടന്നിരിക്കുന്നത്. ബിനീഷ്, ഭാര്യ അനു, ബിനീഷിന്റെയും 2 മക്കൾ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. പുലർച്ചെയാണ് നടക്കാൻ പോയവരാണ് ഈ വീടിന് തീ പിടിച്ചത് കണ്ടത്. ഉടനെ തന്നെ വീട്ടുകാരെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ച് പരിശോധിച്ചപ്പോഴാണ് 4 പേരെയും മരിച്ച നിലയിൽ വെന്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ പുലർച്ചെ ഉറക്കത്തിലായതിനാൽ ഇവർ അറിയാതെ പോയതായിരിക്കും. അതുകൊണ്ടായിരിക്കും മിക്കവാറും ഈ രക്ഷപ്പെടാൻ ഉള്ളൊരു സാധ്യത രക്ഷപ്പെടാൻ സാധ്യതയില്ലാതെ പോയത്. അതിനെ തുടർന്നാണ് ഇവർ വെന്തു മരിച്ചത്. എന്തായാലും ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിന് ശേഷം വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരും പോലീസും ഒക്കെ അവിടെ എത്തി പരിശോധനകൾ നടക്കുകയാണ്. എന്താണ് മരണകാരണമെന്ന് നമുക്ക് ഉടനെ ലഭ്യമാകും. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് രാവിലെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കും അവിടെ എത്താൻ സാധിക്കും. ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. അങ്കമാലി പാറക്കുളത്തിന് അടുത്ത് വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഉണ്ടായത്. ഓക്കെ, എന്തായാലും നവമി അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളിൽ ലഭ്യമാക്കുക. എന്താണെങ്കിലും പോലീസ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നവമി പറയുന്നത്. ഫയർഫോഴ്സ് തീ അണച്ചിട്ടുണ്ട്. പാറക്കുളം എന്ന സ്ഥലത്താണ് അങ്കമാലിക്കടുത്ത്. അപ്പോൾ എന്താണെങ്കിലും വീടിന് തീ പിടിച്ച് 4 പേരുടെ മരണം സംഭവിച്ചു. അതിദാരുണമായിട്ടുള്ള സംഭവമാണ് രാവിലെ വരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നവമി ദിനേശ് വരും സമയങ്ങളിൽ ലഭ്യമാക്കും. ഇനി